വളരെ പ്രധാനമായ ഒരു വാർത്തയിലേക്കാണ്. ഇറാനിൽ ഇന്ത്യയുടെ നിയന്ത്രണത്തിലുള്ള ചബഹാർ തുറമുഖത്തിന്റെ നടത്തിപ്പ് ഇറാനിയൻ കമ്പനിക്ക് കൈമാറിയേക്കും. ഇറാനെതിരെ പ്രഖ്യാപിച്ച ഉപരോധം ട്രംപ് ഭരണകൂടം കഴിഞ്ഞ വർഷം ചബഹാർ തുറമുഖത്തിനും ബാധകമാക്കി. തുടർന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടതനുസരിച്ച് ഉപരോധ ഇളവ് US നീട്ടിയിരുന്നു. ഇളവ് കാലാവധി ഞായറാഴ്ച, അതായത് ഏപ്രിൽ 26-ന് അവസാനിക്കുകയാണ്. ഉപരോധവും പശ്ചിമേഷ്യയിലെ യുദ്ധവും തുറമുഖത്തിന്റെ പ്രവർത്തനത്തെ സാരമായി ബാധിച്ചു. എന്നാൽ കേന്ദ്ര സർക്കാർ ഇതേക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല. കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയത്തിന് കീഴിലുള്ള ഇന്ത്യ പോർട്സ് ഗ്ലോബൽ ലിമിറ്റഡ് ആണ് ഇപ്പോൾ ചബഹാർ നിയന്ത്രിക്കുന്നത്. ചബഹാർ തുറമുഖ കമ്പനിയിൽ IPGL-നുള്ള ഓഹരികൾ തൽക്കാലം ഒരു ഇറാനിയൻ കമ്പനിക്ക് കൈമാറാനാണ് പദ്ധതി. വിദേശ വ്യാപാര രംഗത്ത് ഇന്ത്യക്ക് ഏറെ നിർണായകമായ തുറമുഖം എന്നതാണ് ചബഹാറിന്റെ പ്രാധാന്യം കൂട്ടുന്നത്. ഇറാനിലെ സിസ്താൻ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ മക്രാൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ആഴത്തിലുള്ള ജല തുറമുഖമാണ് ചബഹാർ. ഒമാൻ ഉൾക്കടലിനോട് ചേർന്ന് ഹോർമൂസ് കടലിടുക്കിന്റെ മുഖത്താണ് ഇത്. ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് നേരിട്ട് പ്രവേശനമുള്ള ഒരേ ഒരു ഇറാനിയൻ തുറമുഖമാണിത്. ഷാഹിദ് കലന്തരി, ഷാഹിദ് ബഹേഷ്തി എന്നിങ്ങനെ രണ്ട് വ്യത്യസ്ത തുറമുഖങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ചബഹാർ. ചബഹാർ തുറമുഖം വികസിപ്പിക്കാൻ 2003-ൽ തന്നെ നിർദ്ദേശം വന്നതാണ്. ഇന്ത്യൻ ചരക്കുകൾക്ക് അഫ്ഗാനിസ്ഥാനിലേക്കും മധ്യേഷ്യൻ രാജ്യങ്ങളിലേക്കും എത്തിച്ചേരാനുള്ള ഒരു ഇടനാഴിയാണ് ചബഹാർ. പാകിസ്ഥാനെ മറികടന്നുകൊണ്ട് ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ എന്ന ഒരു ബൃഹത് പദ്ധതിയുടെ ഭാഗമാണ് ചബഹാർ. രണ്ട് സാധ്യതകളാണ് ഇന്ത്യക്ക് മുന്നിൽ. ഒന്ന്, ഉപരോധ ഇളവ് US നീട്ടണം. അതിനായി ഇന്ത്യ US-ന് കത്ത് നൽകിയിട്ടുണ്ട്, പക്ഷെ പ്രതികരിച്ചിട്ടില്ല. നിലവിലെ സാഹചര്യത്തിൽ ഇളവ് നീട്ടാൻ സാധ്യത വിരളമാണ്. യുദ്ധ സാഹചര്യത്തിൽ ഇറാന് സാമ്പത്തിക നേട്ടമുണ്ടാകുന്ന നീക്കങ്ങളൊന്നും വേണ്ട എന്ന നിലപാട് US എടുക്കുകയുള്ളൂ. ഈ സാഹചര്യത്തിലാണ് നിയന്ത്രണം ഇറാനിയൻ കമ്പനിയെ ഏൽപ്പിക്കാനുള്ള ആലോചന ഇന്ത്യ നടത്തുന്നത്. ഉപരോധം നീങ്ങിയാൽ നിയന്ത്രണം ഇന്ത്യക്ക് തിരിച്ചു നൽകണമെന്ന വ്യവസ്ഥയോടെയാകും കൈമാറ്റം. തുറമുഖവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടരുകയാണ്. ഇന്ത്യയുടെ താൽപര്യം സംരക്ഷിക്കുന്ന തീരുമാനം എടുക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ വിശദീകരിക്കുന്നത്. ചബഹാർ തുറമുഖത്തിൽ ഇതുവരെ $12 കോടി ഇന്ത്യ നിക്ഷേപിച്ചിട്ടുണ്ട്. പാകിസ്ഥാനെ ആശ്രയിക്കാതെ ഇറാൻ, അഫ്ഗാനിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, കസാക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, തുർക്കനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് വ്യാപാരം സാധ്യമാകും എന്നതാണ് ചബഹാറിന്റെ പ്രത്യേകത. 2003-ലാണ് ഇന്ത്യ ഇറാന്റെ തെക്ക് കിഴക്കൻ തീരത്തുള്ള തുറമുഖം വികസിപ്പിക്കാൻ തുടങ്ങിയത്. 2024-ലാണ് 10 വർഷത്തേക്ക് തുറമുഖ നടത്തിപ്പിനുള്ള കരാറിൽ ഇന്ത്യയും ഇറാനും ഒപ്പിടുന്നത്. ചബഹാറിന് സമീപമാണ് പാകിസ്ഥാനിൽ ചൈന സജ്ജമാക്കുന്ന ഗ്വാദർ തുറമുഖം. 2023 സെപ്റ്റംബറിൽ ദില്ലിയിലെ G20 ഉച്ചകോടിയുടെ തിളക്കമാർന്ന വേദിയിൽ വെച്ച് ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി പ്രഖ്യാപിക്കപ്പെടുമ്പോൾ അത് ആഗോള ഭൗമ രാഷ്ട്രീയത്തിലെ ഒരു പുതിയ യുഗപ്പിറവിയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മുൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനും കൈകോർത്തു നിന്ന ആ ചരിത്ര നിമിഷം നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന വ്യാപാര സമവാക്യങ്ങളെ മാറ്റി എഴുതാനുള്ള ഇന്ത്യയുടെ അചഞ്ചലമായ ഇച്ഛാശക്തിയുടെ അടയാളമായിരുന്നു. ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിക്ക് പടിഞ്ഞാറൻ ലോകവും ഇന്ത്യയും നൽകുന്ന അതിശക്തമായ മറുപടിയായി വിശേഷിപ്പിക്കപ്പെട്ട ഈ ഇടനാഴി അറബിക്കടലിന്റെ തീരങ്ങളിൽ നിന്ന് യൂറോപ്പിന്റെ ഹൃദയഭാഗത്തേക്ക് നീളുന്ന ഒരു സുവർണ പാതയായാണ് വിഭാവനം ചെയ്തത്. ആധുനിക സിൽക്ക് റോഡ് എന്ന് വിളിക്കാവുന്ന ഈ പദ്ധതിയിലൂടെ ഇന്ത്യയുടെ സാമ്പത്തിക പ്രഭാവം ലോകം മുഴുവൻ പടരും എന്ന് കരുതിയ വേളയിലാണ് അപ്രതീക്ഷിതമായ പ്രതിസന്ധികൾ ഉണ്ടായത്. എങ്കിലും പ്രതിസന്ധികൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പുതിയ പരീക്ഷണങ്ങളല്ല, മറിച്ച് കൂടുതൽ കരുത്തോടെ മുന്നേറാനുള്ള ചവിട്ടുപടികൾ മാത്രമാണ്. ന്യൂസ് ഡെസ്ക് കർമാനസ്.